നമ്മുടെ ഗാർഡനിലുള്ള കുറേ അഗ്ലോണിമ റീപോർട്ട് ചെയ്യുന്നതാണ്. അത് അതിൻ്റെ പോട്ടിംഗ് മിക്സ് ആയത്. പോട്ടിംഗ് മിക്സിൽ കുറച്ച് സാഫ് ചേർക്കുന്നത് നിങ്ങൾ കാണുന്നത്. സാഫ് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അഗ്ലോണിമക്ക് ഏറ്റവും ബെസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ കുറച്ച് മണികൾ ഇട്ട് കൊടുക്കും. പിന്നെ അതാണ് പോട്ടിംഗ് മിക്സ്. നല്ല വളം ഇത്. അഗ്ലോണിമയ്ക്ക് ഏറ്റവും ചേർന്ന വളം എന്ന് പറയാം. മണ്ണും ചകിരിച്ചോറും ചാണകവും ചേർന്ന മിശ്രിതം, അതിൻ്റെ കൂടെയാണ് ഈ വളം സാഫും ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സാഫ് വെള്ളത്തിൽ ചേർത്തിട്ട് അതിൻ്റെ വേരിൻ്റെ മുകളിലും പിന്നെ അതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ആ അറ്റത്തും നമ്മൾ തേച്ച് കൊടുത്തിട്ട് കുഴിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് അതിന് വേര് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മളൊരു വർക്ക്ഷോപ്പാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ പോട്ടിംഗ് മിക്സും എല്ലാം മിക്സ് ചെയ്തിട്ട് റീപോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. പോരായ്മകളുണ്ടാകും, പിന്നെ വോയിസ് റെക്കോർഡിങ്ങിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം സഹിക്കുക. ഇനി അങ്ങോട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവരും. തുടക്കമാണ്. ഞാനും എമ്മിയും ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ക്യാമറക്ക് മുമ്പിൽ വരാനൊക്കെ ഒരു മടിയാണ്. അറിയാതെ എടുത്തതായത്. ഏതായാലും ഐഡിയ മുഴുവനും എമ്മിൻ്റെതാണ്. ഞാൻ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് എൻട്രൻസിൽ വെച്ചൊരു അഗ്ലോണിമ. അത് കുറച്ച് വെയിൽ കൂടുതലുള്ള സ്ഥലത്തായതുകൊണ്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വളങ്ങളൊക്കെ ചേർത്തിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സും കൂടി കുറച്ച് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വേരെല്ലാം പുറത്തേക്കുണ്ട്. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇപ്പോൾ എല്ലാം റീപോർട്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ കുറച്ച് തണലത്ത് വെക്കണം. അപ്പോൾ ഒരു ശരിയായി വേരെല്ലാം ഇറങ്ങി ഒന്ന് ശരിയായി വരുന്നത് വരെ കേടുവന്ന ഇലകളെല്ലാം അതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെയും കൂടി അതിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ പിന്നെ റീപോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആ പോട്ടിംഗ് മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്യണം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ വേരിറങ്ങാൻ വേണ്ടിയിട്ടുള്ള വിധത്തിലുള്ള അത് ഫില്ല് ചെയ്ത് എന്നിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത് കാണുന്നതൊക്കെ നമ്മൾ ഇന്ന് റീപോർട്ട് ചെയ്ത അഗ്ലോണിമയും ഒരു മറ്റുള്ള ചെടിയുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെ തണലത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ വേരിറങ്ങാൻ വേണ്ടിയിട്ട് തണലിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇവിടുന്ന് മാറ്റി വെക്കാൻ പാടുള്ളൂ. എല്ലാത്തിനും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും വരും. സപ്പോർട്ട് ചെയ്യുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സഹായിക്കുക.